ഹായ് ഗായ്സ്, ഇന്ന് നമ്മുടെ വണ്ടിക്ക് ഒരു ഫോഗ് ലാമ്പ് സെറ്റ് ചെയ്യണം. ഇതാണ് കേട്ടോ സെറ്റ് ചെയ്യാൻ പോകുന്ന ഫോഗ് ലാമ്പ്. യെല്ലോ കളർ ഒന്നും അല്ല, വൈറ്റ് കളർ തന്നെയാണ് കേട്ടോ. ആ ഫോഗ് ലാമ്പിന്റെ ബോക്സും ബാഗിൽ ഇട്ടിട്ട് ഞാൻ ഇറങ്ങാൻ നിൽക്കാം. പിന്നെ വെയിലുള്ള സമയങ്ങളിൽ ഞാൻ പുറത്തു പോകുമ്പോൾ മാക്സിമം ഈ ഗോഗിൾസ് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അങ്ങനെ അത് സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ നേരെ ഒരു വർക്ക്ഷോപ്പിൽ വന്നിട്ടുണ്ട്. ക്രാഷ് ഗാർഡിലാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഈ ഹെഡ് ലാമ്പ് ഒക്കെ ഊരിയിട്ടാണ് നമ്മുടെ ഫോഗ് ലാമ്പിനുള്ള കണക്ഷൻ എടുക്കാൻ. സാധനം താഴോട്ടാക്കിയിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. ഇതൊന്ന് ലൂസാക്കി കൊടുത്താൽ താഴേക്കോ മേലേക്കോ വേണ്ടതുപോലെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അത് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതുള്ളൂ. പിന്നെ മേലത്തെ ഈ സ്ക്രൂ ലൂസാക്കി എന്ന് പറഞ്ഞാൽ നമുക്ക് സൈഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, ഏത് സൈഡിലോട്ട് വേണമെങ്കിൽ. ഹെഡ് ലാമ്പ് ഒക്കെ അയച്ചിട്ട് ഫോഗ് ലാമ്പിനുള്ള കണക്ഷൻ കൊടുക്കാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് അതിനുള്ള സ്വിച്ച് വാങ്ങിച്ചിട്ടില്ല എന്ന് ഓർത്തത്. അപ്പോൾ ഒരു സ്വിച്ച് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോകും. ഇതാണ് കേട്ടോ ഞാൻ മേടിച്ച സ്വിച്ച്. ഇത് മേലേക്കാക്കിയ ഓണും സെന്ററിക്കാക്കിയ ഓഫ് എന്ന് പറഞ്ഞു. പിന്നെ താഴോട്ട് ഒരു സ്വിച്ച് ഉണ്ട്, അതിന് നമ്മളൊരു മഞ്ഞ ലൈറ്റും കൂടെ കൊടുത്താണെങ്കിൽ ഓക്കെ ആയിരുന്നു. പക്ഷെ മഞ്ഞ ലൈറ്റ് അതിലില്ല. ഇനി നേരെ തിരിച്ച് വർക്ക്ഷോപ്പിലോട്ട്. തിരിച്ച് വർക്ക്ഷോപ്പ് എത്തിയപ്പോഴേക്കും അവർ രണ്ട് ഫോഗ് ലാമ്പ് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. വാങ്ങിച്ചിട്ട് വന്ന സ്വിച്ച് ലെഫ്റ്റ് സൈഡിലെ ഹാൻഡിലിൽ സെറ്റ് ചെയ്യാൻ തന്നെയാണ് പ്ലാൻ. സ്വിച്ചും കൂടെ സെറ്റ് ചെയ്ത് കൊടുത്തതോടെ എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഇനി രാത്രിത്തെ ലൈറ്റിന്റെ പവർ എന്താണെന്ന് നോക്കണം. അങ്ങനെ അവിടുത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് വീടെത്തിയപ്പോഴാണ് ഒരു സൈഡത്തെ ഫോഗ് ലാമ്പ് കുറച്ച് സൈഡിലോട്ടായി നിൽക്കണമെന്ന് മനസ്സിലായത്. അങ്ങനെ അതൊന്ന് സെറ്റ് ആക്കിക്കൊണ്ടിരിക്കും. അത് സെറ്റ് ആക്കിയതിന് ശേഷം അത് കറക്റ്റ് ആയോ എന്ന് വന്നിരുന്ന് പരിശോധിക്കുകയാണ്. അങ്ങനെ ഏറെക്കുറെ അതൊന്ന് സെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ രാത്രി ആയപ്പോൾ അതിന്റെ പവർ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. നോർമൽ ആയിട്ടുള്ള ലൈറ്റ് കേട്ടോ. ഇത് ഡിമ്മ് അല്ല, സോറി, ഇത് ബ്രൈറ്റ്. ഇത്രേ ഉള്ളൂ പവർ. ഇതിപ്പോൾ ഓപ്പോസിറ്റ് വണ്ടി അടിക്കുമ്പോൾ നമുക്കൊന്നും കാണില്ല. അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു ലൈറ്റ് അയക്കിയത്. ഈ ഒരു ലൈറ്റ് അടിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് കുറച്ചും കൂടെ വിഷൻ കിട്ടുള്ളൂ. ഓപ്പോസിറ്റ് വരുന്ന വണ്ടികൾ നല്ല ലൈറ്റ് ഇട്ടിട്ട് വന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് റോഡ് പോലും കാണില്ല. അതുകൊണ്ട് മാത്രമാണ് ഈ ലൈറ്റ് സെറ്റ് ചെയ്ത്